ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ന്യൂ ട്യൂട്ടോറിയൽ. സോ ഇതെന്ന് പറയുമ്പോൾ ഡിസിഷൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ്. സോ എന്താണ് ഡിസിഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളതിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ ആദ്യം പറയുന്നത് ഈസ് ട്രൂ എന്നിട്ടുള്ള ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഈസ് ട്രൂ കോളൻ ഈക്വൽ ടു എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ട്രൂ ആക്കിയിട്ട് വെക്കുകയാണ്. ഓക്കെ, സോ ഞാൻ ഈ ട്രൂവിനെ ട്രൂ ആക്കിയിട്ട് വെച്ചു. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേർ ഈസ് ട്രൂ എന്തായിരിക്കും, ബൂൾ. കാരണം ഈ ടൈപ്പ് ബൂളിയനാണല്ലോ. ബൂൾ എന്ന് പറയുമ്പോൾ എന്താ, ട്രൂ ഓർ ഫോൾസ്. എന്നിട്ട് പറയാം എന്തെന്ന്, ഈസ് ട്രൂ ഈക്വൽ ടു ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് നമുക്ക് ഇത്രയും സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കോളൻ ഈക്വൽ ടു ട്രൂ എന്ന് ഞാൻ കൊടുക്കുകയാണ്. സോ ഞാനങ്ങനെ വിളിച്ചു. ഇനി ഞാൻ പറയുകയാണെന്ത്, ഈ ഇഫ് ഈസ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ, FMT നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഡോട്ട് പ്രിന്റ്ലൻ എന്ത് പറയാം, ദ വാല്യൂ ഈസ് ട്രൂ. സോ ഞാൻ എന്താ പറഞ്ഞേ, ഇഫ് ഈസ് ട്രൂ ആണെങ്കിൽ വാല്യൂ ഈസ് ട്രൂ. സോ ഇതെന്താ, ട്രൂ ആണ്. സോ നമുക്ക് നോക്കി നോക്കാം എന്താ വരിക എന്നുള്ളത്. വാല്യൂ ഈസ് എന്ന് നമുക്ക് കിട്ടി ട്രൂ, വിച്ച് മീൻസ് നത്തിങ് ബട്ട് ലൈക്ക് നമുക്ക് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇത് എന്തിനോട് ഈക്വലാണെന്ന് അറിയോ, ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കണതിന് ഈക്വലാണ്. നമ്മൾ വെറുതെ ട്രൂ വിളിച്ച് കഴിഞ്ഞാലുള്ള അർത്ഥം. ബൂളിയൻ വാല്യൂസ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമുക്കൊരു ഇഫ് കൊടുന്നു, ഒരു കേളി ബ്രേസസ് തുറന്നു, അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടൻറ്റ് കൊടുത്തു. ഇത് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ്, ട്രൂ ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് വരുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. സോ നമുക്ക് ഇതിന് ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. സോ ഞാൻ എൽസ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. FMT ഡോട്ട് പ്രിന്റ്ലൻ എന്ത് ഞാൻ പറഞ്ഞു, ദ വാല്യൂ ഈസ് വാല്യൂ ഇൻ എൽസ് ഈസ് എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഞാൻ പറഞ്ഞു തന്ന് അതെന്താ, ഈസ് ട്രൂ ആണെന്ന് പറഞ്ഞു കൊടുത്തു. വാല്യൂ ഇൻ ഇഫ് ഈസ് അതാന്ന് പറഞ്ഞു. വാല്യൂ ഇൻ എൽസ് ഈസ് ഇതാന്ന് പറഞ്ഞു. സോ ഇപ്പോൾ നമുക്ക് വാല്യൂ ഇൻ എൽസ് നമുക്ക് കിട്ടിയോ, ഇല്ല. കാരണം ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്താ, ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തു. ഇതല്ലെങ്കിൽ ലൈക്ക് ട്രൂ അല്ലെങ്കിൽ മാത്രമാണ് എന്ത്, മറ്റേ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുള്ളൂ. സോ ഞാൻ ഫോൾസ് കൊടുക്കുകയാണ്. ഇപ്പോൾ എന്തുണ്ടാവും നമുക്ക് നോക്കാം. ഫോൾസ് കൊടുത്തപ്പോൾ എന്തുണ്ടായി, ദ വാല്യൂ ഇൻ എൽസ് ഈസ് ഫോൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്തത് പോയിട്ടുള്ളത്. സോ ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കൊടുത്തില്ലേ, ഞാൻ സംടൈംസ് ലൈക്ക് ചില ആൾക്കാർ ഇങ്ങനെ എൽസിനെ താഴ്ത്തിടും, ബട്ട് ഗോന് അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ഇപ്പോൾ തന്നെ ഒരു എറർ കാണിച്ചു, എന്താ, എക്സ്പെക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫൗണ്ട് എൽസ്. ഈ ഒരു എറർ വരും. അതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ നിന്നായിരിക്കണം എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തുടക്കം. ആ ബ്രേസസ് എൻഡ് ആവുമ്പോൾ അടുത്ത എൽസ് തുടങ്ങി. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. ഇത് ഒരു കോമൺ മിസ്റ്റേക്കാണ്. ഇതിങ്ങനെ നമ്മൾ അറിയാണ്ടത് ഇങ്ങനെ ഇടും. സാധാരണ എല്ലാ പ്രോഗ്രാമിങ്ങിലും നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല. പൈത്തണിലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കുഴപ്പമേ ഇല്ല. പൈത്തണിൽ ഇങ്ങനെ കോളൻ ഉണ്ടാവില്ലല്ലോ, പകരം നമുക്കൊരു ഇങ്ങനെയില്ലായിരിക്കും. സോ ഇങ്ങനെ താഴത്തെ ഇറക്കി കൊടുത്താലും എന്ത് ചെയ്യില്ല, കുഴപ്പമില്ല എന്നർത്ഥം. പക്ഷേ ഗോൻ അങ്ങനെയല്ല, ഗോ അത് എററാന്ന് പറഞ്ഞ് കാണിക്കും. സോ ഇത് കൂട്ടി വേണം ഇടാൻ. സോ ഇപ്പോൾ ആ എറർ പോയി. ഓക്കെ, സോ ഇതാണ് നമുക്ക് ട്രൂ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തത്. ഓക്കെ, സോ ഇനി നമുക്ക് വേറൊരു സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. നമുക്ക് എന്ത്, ക്യാറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ക്യാറ്റാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുകയാണെന്ന്, ഇഫ് ക്യാറ്റ് ഈക്വൽ ടു ക്യാറ്റാണോ എന്ന് ഞാൻ പറയാണ്. ക്യാറ്റ് എന്താ, ക്യാറ്റ് എന്നുള്ള വേരിയബിൾ ഈക്വൽ ടു ക്യാറ്റാണോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് പറയാം. ലോഗ് ഡോട്ട് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ FMT വേണമെങ്കിൽ FMT വിളിക്കാം, ലോഗ് വേണമെങ്കിൽ ലോഗ് വിളിക്കാം. അപ്പോൾ ലോഗ് വിളിച്ച് കഴിഞ്ഞാൽ FMTയുടെ ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞു തന്നത് ലോഗ് ഡോട്ട് പ്രിന്റ്ലൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു തന്നത് ക്യാറ്റ് ഈസ് ക്യാറ്റ്. അല്ലെങ്കിൽ എൽസ് എന്താ വയ്ക്കുക, ലോഗ് ഡോട്ട് പ്രിന്റ്ലൻ ക്യാറ്റ് ഈസ് നോട്ട് ക്യാറ്റ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പം എന്താ നമുക്ക് കിട്ടിയേ, ക്യാറ്റ് ഈസ് ക്യാറ്റ് ആണെന്ന് നമുക്ക് കിട്ടി.
കാരണം നമുക്ക് ക്യാറ്റാണല്ലോ. ഇതുവരെ ഞാനവിടെ ഡോഗാണെങ്കിൽ കൊടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എററാണ് കിട്ടിയത്. വേറെ ഒന്നുമല്ല, ക്യാറ്റ് ഈക്വൽ ടു ഡോഗ് എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് എന്താ എറർ നമുക്ക് നോക്കി നോക്കാം. പാനിക് ക്യാറ്റ് ഈസ് നോട്ട് ക്യാറ്റ് കണ്ടു. ഇത് പാനിക് നോട്ട് അല്ല കേട്ടോ, പ്രിൻ്റ് എന്നല്ല. ഓക്കെ, സോ ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ അത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുള്ളൂ. പാനിക് എന്ന് പറയുമ്പോൾ എറേഴ്സ് വരുമ്പോൾ നമുക്ക് പാനിക് എന്നുള്ള കമാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എറർ പോലെ എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്താൽ ലോക്ക് ഡോട്ട് പ്രിൻ്റലൻ എന്ന് പറഞ്ഞു കൊടുത്തു, ക്യാറ്റ് ഈസ് നോട്ട് ക്യാറ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. സോ ഇങ്ങനെയാണ് നമുക്ക് റൺ ചെയ്തത്. ഇനി നമുക്ക് ഇപ്പോൾ ഈ എൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇനിയും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. സോ അതിന് പകരം ഞാൻ സ്ട്രിങ്ങിന് പകരം ഒരു ഇൻറ്റ് നോക്കി നോക്കാം. സോ ഞാൻ പറയുകയാണെന്ന് മൈ നം ഈക്വൽ ടു 100 ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ എന്താ ഞാൻ പറഞ്ഞത്, മൈനം എന്നുള്ളത് എന്താ 100 ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുകയാണെന്ന് ഈസ് ട്രൂ എന്നുള്ളത് ഫോൾസ് ആണ്. മൈനം 100 ആണ്, ഈസ് ട്രൂ ഫോൾസും ആണ്. ഇത് ഞാൻ പറയുകയാണെന്ന് ഇഫ് മൈനം എന്താ ഗ്രേറ്റർ ദാൻ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേറ്റേഴ്സ്. സോ മൈനം ഗ്രേറ്റർ ദാൻ 99 ആണോ എന്ന് ചോദിച്ചു. ഡബിൾ ആൻഡ് കൊടുത്തു, ആൻഡ് ഈസ് ട്രൂ ആണെന്ന് കൊടുത്തു. അപ്പോൾ മൈനം എന്താവണം, 100ന് മുകളിലും ആവണം. പിന്നെന്താ വേണ്ടേ, ട്രൂവും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, പ്രിൻ്റലൻ മൈനം ഈസ് സോ മൈനം ഈസ് ഗ്രേറ്റർ ദാൻ 99. പിന്നെ ഞാൻ പറഞ്ഞു എന്തെന്ന്, ഈസ് ട്രൂ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എൽസ് ലോഗ് ഡോട്ട് പ്രിൻ്റലൻ മൈനം ഈസ് നോട്ട് ഹിസ്റ്ററി ഈസ് നോട്ട് ട്രൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ തൽക്കാലത്തിന് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കയറും. സോ ആദ്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈനം ഗ്രേറ്റർ ദാൻ 99 ആണോ, ഈസ് ട്രൂ ആണോ നമുക്ക് നോക്കി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ നമുക്കത് പ്രിൻ്റ് ചെയ്ത് കിട്ടും. പക്ഷെ നമ്മുടെ കേസിന് അതാണോ അല്ല. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് താഴത്തെയാണ് കിട്ടുക. സോ നമുക്ക് നോക്കി നോക്കാം. സോ ഗോ റൺ വേ ഡോട്ട് ഗോ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനം ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 99 ആൻഡ് ഈസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ബട്ട് ഞാൻ പറയുകയാണെന്ന് മൈനം ഗ്രേറ്റർ ദാൻ 99 ഇത് ട്രൂ ആണെന്ന് പറയാണ്. സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മറ്റേതാണ് കിട്ടുക. കാരണം ഇത് സാറ്റിസ്ഫൈഡ് ആയല്ലോ, രണ്ടും കൂടി സാറ്റിസ്ഫൈഡ് ആയപ്പോൾ ഗ്രേറ്റർ ദാൻ 99 ആണ്, ട്രൂ ആണ് എന്നുള്ള പോലെ പ്രിൻ്റ് ചെയ്തു. ഞാൻ പറയുകയാണെന്ന് എൽസ് ഇഫ് ഇതെപ്പോഴാണ് പ്രിൻ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനം ഈസ് ലെസ് ദാൻ 99 ആവണം ആൻഡ് ഈസ് ട്രൂ എന്നുള്ളത് എന്തായിരിക്കണം, ഫോൾസും ആവണം എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ വന്നാൽ മാത്രമാണ് ഇത് വർക്ക് ആവുള്ളൂ. ഇപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു അതൊരു കണ്ടീഷൻ. എൽസ് ഇഫ് മൈനം ഗ്രേറ്റർ ദാൻ 99 ആവും ആൻഡ് ഈസ് ട്രൂ എന്തായിരിക്കണം, ഫോൾസ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈസ് ട്രൂ ഈസ് ഫോൾസ് എന്ന് പ്രിൻ്റ് ചെയ്യാം. അതുപോലെ ഞാൻ പറയുകയാണെന്ന് എൽസ് ഇഫ് മൈനം അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 99 ഈസ് ട്രൂവും ഈസ് ട്രൂ ഫോൾസും, ലെസ് ദാൻ 99 ഈസ് ട്രൂ ഫോൾസും ഈസ് ട്രൂവും വേണം. അപ്പോൾ ലെസ് ദാൻ 99 ആൻഡ് ഈസ് ട്രൂ
എന്തായിരിക്കണം? ട്രൂ ആണ് വെക്കണം. ഓക്കെ, my name is not greater than my name is greater than 99 ആണ് ആൻഡ് ഈസ് ട്രൂ ഈസ് ട്രൂ ആണ്. ഓക്കെ 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 ലെസ് ദാൻ ആ. ഓക്കെ, സോ ഇതിൻ്റെ അർത്ഥം ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തിന് ഇതിനെ ഞാൻ പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഇടാം. എവിടെ? ഇതിൻ്റെ അടിയിലായിട്ട് ഇടാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇഫ് മൈനം ഗ്രേറ്റർ ദാൻ 99 ആണോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മൈനം എന്നുള്ളത് 100 ആണ്. ആൻഡ് ഈസ് ട്രൂ ആണോ നമുക്ക് നോക്കി. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് പ്രിൻ്റായി കിട്ടും. അല്ല, മൈനം ലെസ് ദാൻ 99 വെച്ച് കഴിഞ്ഞാൽ 99 കുറവാണ്. ഇപ്പോൾ 98 അല്ലെങ്കിൽ 97 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. ആൻഡ് ഈസ് ട്രൂ എന്തായിരിക്കും? ട്രൂ ആവും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രിൻ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിപ്പോൾ 90 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയിരിക്കും പ്രിൻ്റ് ആവുക. ഓക്കെ, സോ മൈനം ഈസ് ലെസ് ദാൻ 99 ആണ് ആൻഡ് ഈസ് ട്രൂ. അതാണ് ഈ ഒരു സംഭവം. ഓക്കെ, സെക്കൻഡ് ലൈൻ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താ? മൈനം ഈസ് ലെസ് ദാൻ 99 ആണ് ആൻഡ് ഈസ് ട്രൂ ഈസ് ഫാൾസ്. ഇപ്പോൾ ഞാനിത് പറയുകയാണെന്ന് ഈസ് ട്രൂനെ ഞാൻ എന്തൊക്കെയാണ്? ഫാൾസ് ആക്കാണ്. സോ അതിന് തൊട്ട് താഴെയുള്ള ലൈനായിരിക്കും പ്രിൻ്റ് ആവുക. എന്താ? മൈനം ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 99 ആൻഡ് ഈസ് ട്രൂ ഈസ് നോട്ട് ട്രൂ. കണ്ടോ? അപ്പോൾ അത് കിട്ടി, ഫാൾസ് ആണെന്നുള്ള പോലെ കിട്ടി. ഓക്കെ, പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് മൈനം ഈസ് ഗ്രേറ്റർ ദാൻ 99 ഗ്രേറ്റർ ആണ് വെച്ച് കഴിഞ്ഞാൽ 100 ആണ് ആൻഡ് ഈസ് ട്രൂ ഈസ് ഈക്വൽ ടു ഫാൾസ്. നമുക്ക് നോക്കി നോക്കാം എന്താ ഉണ്ടാവുകയെന്ന്. സോ മൈനം ഈസ് ഗ്രേറ്റർ ദാൻ 99 ആൻഡ് ഈസ് ട്രൂ ഈസ് ഫാൾസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ ഇഫ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക? വയ്ക്കുക. ഓക്കെ, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇതിന് ആൻഡ് ഓപ്പറേഷനും ഓർ ഓപ്പറേഷനും ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ ഒരു നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ആൻഡ് എന്താണ് ഓർ എന്നൊക്കെ ഉള്ളത്. അത് തന്നെയായിരിക്കും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് തിങ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് കേസസ് ആണ്. സോ ഞാൻ പറയുകയാണെന്ന് പുതിയൊരു സംഭവം പറയാം. മൈ വേർ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്തെന്ന് ക്യാറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, മൈ വേർ ക്യാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയുകയാണെന്തെന്ന് സ്വിച്ച് എന്നുള്ള സംഭവം നമുക്ക് കണ്ടു. ഞാൻ എൻ്റർ അമർത്തി. ഓക്കെ, സ്വിച്ച് എന്തായിരിക്കും? മൈ വേറിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സ്വിച്ച് ചെയ്യേണ്ടത്. സോ ഞാൻ കേളി ബ്രേസസ് തുറന്നു. ഓക്കെ, ഞാൻ പറയാണ് കേസ്. ആദ്യത്തെ കേസ് എന്താണ്? ക്യാറ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ക്യാറ്റ് ആണെങ്കിൽ സ്വിച്ച് മൈ വേർ ഈക്വൽ ടു ക്യാറ്റ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് കോളം കൊടുത്തു കഴിഞ്ഞാൽ ക്യാറ്റ് ആണെങ്കിൽ എന്നാണ് അർത്ഥം. നമുക്കെന്ത് പറയാം? ലോഗ് ഡോട്ട് പ്രിന്റ്ലൻ the option is cat എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ കേസ് ക്യാറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ദ ഓപ്ഷൻ ഈസ് ക്യാറ്റ് എന്ന് പറയും. ഞാൻ പറയുകയാണ് കേസ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു മൈ വേർ എന്നുള്ളത് എന്താ? ഡോഗ് ആണെന്ന് പറഞ്ഞു. ഡോഗ് ആണെങ്കിൽ എന്ത് കിട്ടും? ദ ഓപ്ഷൻ ഈസ് എന്താ? ഡോഗ്. ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ കേസ് എന്താ പറയണ്ടേ? ഫിഷ് എന്ന് പറയാം. ലോഗ് ഡോട്ട് പ്രിന്റ്ലൻ ദ ഓപ്ഷൻ ഈസ് എന്താ? ഫിഷ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് കൊടുക്കാം. ഡീഫോൾട്ട് ഇതിലൊന്നും പെടാത്തത് എന്ത് പറയാമെന്ന്? ദ ഓപ്ഷൻ ഈസ് സംതിങ് എൽസ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും ഇത് പ്രിൻ്റ് ആവുകയെന്ന്. അപ്പോൾ ഞാൻ ഇതിൽ കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് കൊടുത്തു, മൈ വേർ കൊടുത്തു, ഓപ്പൺ ചെയ്തു. ഈ ഓപ്പൺ ചെയ്തത് മൊത്തം ഇതിൻ്റെ അകത്താട്ടോ. ഞാൻ കേസ് എന്ന് പറഞ്ഞു കൊടുത്തു, കോളം കൊടുത്തു. എന്നിട്ട് ഈ ഇൻഡൻറ്റേഷൻ കണ്ടോ? ഇൻഡൻറ്റേഷൻ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വർക്കാവില്ല. ഓക്കെ, ഈ ഇൻഡൻറ്റേഷൻ നമുക്ക് കറക്റ്റായിട്ട് നോക്കണം. ഇപ്പോൾ അതേപോലെ ഈ കേസ് ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും തെറ്റാണെന്ന് അർത്ഥം. അതിൻ്റെ ഉള്ളിലല്ല വരണ്ടേ. ഇൻഡൻറ്റേഷൻ എപ്പോഴും കറക്റ്റായിട്ടിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഇതിപ്പോൾ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടി? ഇത് ഓപ്ഷൻ ഈസ് ക്യാറ്റ് എന്ന് കിട്ടി. പകരം ഞാൻ എന്ത് പറയുകയാണെന്ന് ഡോഗ് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
ക്യാറ്റ് പ്രിൻ്റ് ആവില്ല, ഡോഗ് പ്രിൻ്റ് ആയി. ദ ഓപ്ഷൻ ഈസ് എന്താ, ഡോഗ് കിട്ടി. അടുത്ത എന്താ, ഫിഷ് എന്ന് പറയുകയാണെങ്കിൽ ഫിഷ് പറയാം. അപ്പോൾ ക്യാറ്റും പ്രിൻ്റ് ആവില്ല, ഡോഗും പ്രിൻ്റ് ആവില്ല, കാരണം അതൊക്കെ ഈക്വൽ ആണോ, അല്ല. നമുക്കെന്താ, ഫിഷാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് എന്തെങ്കിലും ജസ്റ്റ് ASDS എന്തെങ്കിലുമൊക്കെ കൊടുത്തു. എന്തെങ്കിലുമൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇത് ഓപ്ഷൻ ഈസ് സംതിങ് എൽസ്. കാരണം ഇതിലൊന്നും വരുന്നില്ല, സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു ഓപ്ഷനിലേക്ക് പോകും. ഇത് വേറെ ഒന്നുമല്ല, ഇഫ് എൽസ് അവസാനം എൽസ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്വിച്ച് കേസസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി ബെറ്ററാണ് നമ്മളിത് ചെയ്യുമ്പോൾ. സോ യാ, താങ്ക് യു.